प्रिय छात्रों, हमारे पहले इकाई का पहला पाठ बीर बहुटी नामक कहानी आप अच्छी तरह पढ़ चुके होंगे। अब हम पहले इकाई का दूसरा पाठ पढ़ रहे हैं। पाठ का नाम है അദാശാ से एक व्यक्ति बैठ गया था। നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം ബീർ ബഹൂട്ടി എന്ന കഥ നിങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടാകും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം. ഇതിൻ്റെ പേരാണ് അദാശാ से एक व्यक्ति बैठ गया था। विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी। विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी। ये तो पहले एक कविता दिया गया है, उस कविता पर नरेश सक्सेना की टिप्पणी ഇതാണ് നമ്മുടെ പാഠഭാഗം. കവിത इस प्रकार है. നമുക്ക് കവിതയൊന്ന് നോക്കാം. अदाशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, अदाशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरे हाथ पकड़कर वो खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. ये एक समकालीन कविता है. കവിത अब सुना है. കവിത നിങ്ങളൊക്കെ നന്നായി വായിച്ചിട്ടുണ്ടാകും. ഒന്നുകൂടെ വായിക്കുക. इस कविता में क्या कहता है, कवि क्या कहना चाहता है? ये कविता विनोद कुमार शुक्ल ने लिखी हुई है. ये एक समकालीन कविता है, एकदम सरल कविता, पढ़ने के लिए सरल कविता है. ലളിതമായ ഒരു സമകാലീന കവിതയാണ് हदाशा से एक व्यक्ति बैठ गया था. एक आदमी हदाश होकर बैठा है. हदाश क्या है? हदाशा निराशा. एक आदमी निराश होकर बैठा है. ऐसे व्यक्ति हदाश या निराश होकर या परास्त होकर बैठे देखकर हम क्या करना है, हम क्या करना चाहिए? साधारण रूप से हम क्या करता है, उस पर सहानुभूति रखते हैं, सिंपति रखते हैं, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മനുഷ്യനെ നിരാശനായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ എന്താണ് സംഭവിക്കുക? നമ്മൾ അവൻ്റെ നിരാശ അല്ലെങ്കിൽ അവൻ്റെ അസഹായത, ആശ്രയമില്ലാത്തൊരവസ്ഥ കാണുമ്പോൾ നമുക്കൊക്കെ തീർച്ചയായിട്ടും അവനോട് എന്തുണ്ടാകും? ഒരു സഹാനുഭൂതി ഉണ്ടാകും, ഒരു സിമ്പതി ഉണ്ടാകും. लेकिन इस अवसर पर कवि कहते हैं हम कुछ कार्य करना है. കവിയുടെ അഭിപ്രായത്തിൽ കവി പറയാണ്, ഇങ്ങനൊരു അവസരം ഉണ്ടെങ്കിൽ हम कुछ कार्य करना है, हम कुछ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. पहले उसका अदाशा या निराशा को पहचानना चाहिए. उस व्यक्ति अदाशा से बैठा है, ये मुझे मालूम है, या हमें मालूम है. उस अवसर पर पहले हम क्या करना चाहिए? उसके निराशा को पहचानना चाहिए और उसकी मदद की ज़रूरत है तो, उस व्यक्ति की मदद की ज़रूरत है तो वो करना चाहिए. നിരാശനായ ഒരു വ്യക്തിയോട് സഹതാപം കാണിക്കുക മാത്രമല്ല, അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ കൈ പിടിച്ചുയർത്തുകയാണ് നമ്മൾ വേണ്ടത്. മനസ്സിലായില്ലേ? അതായത് അഞ്ചാൻ അപരിചിത് കേക്കർ, അവനറിയാത്തൊരാളാണ്, അതല്ലെങ്കിൽ പരിചയമില്ലാത്തൊരാളാണ് എന്ന് വിചാരിച്ചിട്ട് മുഹ് മൂടന നഹി ചാഹിയെ. നമ്മളൊരിക്കലും അവനോട്
മുഖം തിരിക്കരുത്. ഇതാണ് ഈ കവിതയുടെ ആശയം. ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को नहीं जानता था. एक व्यक्ति हताशा से, निराशा से बैठा है, उस व्यक्ति को मैं नहीं जानता. ആ വ്യക്തിയെ നമുക്ക് അറിയില്ല അല്ലേ, मैं नहीं जानता था. വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. लेकिन हताशा को जानता था, उसका निराशा को जानता था. അവൻ്റെ നിരാശ നമുക്കറിയാമായിരുന്നു. കവി പറയാണ്, इसलिए मैं उस व्यक्ति के पास गया, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. मैंने हाथ बढ़ाया, मेरे हाथ उसको दिया. അവന് കൈ പിടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈ അവന് നീട്ടിക്കൊടുത്തു. मेरा हाथ पकड़कर वो खड़ा हुआ, എൻ്റെ കൈ പിടിച്ച് ആ സഹായം തേടി അവൻ എഴുന്നേറ്റു നിന്നു. മുझे वो नहीं जानता था, അവൻ ഒരിക്കലും എന്നെ അറിയില്ലായിരുന്നു. मेरे हाथ बढ़ाने को जानता था, പക്ഷെ ഞാൻ കൈ നീട്ടിയത് അവനറിയാമായിരുന്നു, എൻ്റെ സഹായം അവനറിയാമായിരുന്നു. उसके बाद അതിനുശേഷം दोनों साथ चले, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. दोनों एक दूसरे को नहीं जानते थे, ഞങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴും ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ലായിരുന്നു. साथ चलने को जानता था, പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാമായിരുന്നു. ഇവിടെ ശരിക്ക് കവി പറയുന്നത്, കവി ഉദ്ദേശിക്കുന്നത് നമ്മളിലൊക്കെ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് മനുഷ്യത, അതായത് മനുഷ്യത്വം. ഇതാണ് നമുക്ക് വേണ്ടത്. യത്തോ ഏക്ക് കവിത ഹെ. അപ്പം നമ്മൾ നോക്കിയത്, നമ്മൾ വായിച്ചത് ഒരു കവിതയാണ്. ഇസ് കവിത പർ വിനോദ് കുമാർ ശുക്ല. ഈ കവിത കിസ്നെ ലിഖി ഹെ? വിനോദ് കുമാർ ശുക്ലിനെ ലിഖി ഹെ. വിനോദ് കുമാർ ശുക്ലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കവിതയെക്കുറിച്ച് നരേഷ് സക്സേന എഴുതിയിട്ടുള്ള ഒരു ടിപ്പണിയാണ്, ഒരു കുറിപ്പാണ്, ഒരു നോട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ നോട്ട് നമ്മൾ കൃത്യമായി, ആ കുറിപ്പ്, ആ ടിപ്പണി കൃത്യമായി പഠിക്കണം. ഒരു ടിപ്പണി എഴുതുമ്പോൾ കിൻ കിൻ ബാത്തോം പർ ധ്യാൻ ദേനാ ഹെ, കേസെ ടിപ്പണി ലിഖേഗ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായിട്ടത് പഠിക്കും. അതിൻ്റെ മുമ്പ് എൻ്റെ മക്കളൊക്കെ ക്ലാസ്സുകൾ മനസ്സിലാക്കി, കവിത ആദ്യം മനസ്സിലാക്കി, അതിൻ്റെ ആശയം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. താങ്ക് യു.